ശിവേച്ചി ഇങ്ങനെ കിടന്ന് കരയുന്നത് കാണാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല ഞങ്ങൾ ആരും ശിവേച്ചി നിന്നെല്ലാം മറച്ചു വെക്കുന്നത്. ആ കുഞ്ഞിനെ ഒന്ന് കളിപ്പിക്കാനും കൊഞ്ചിക്കാനും ആഗ്രഹമില്ലാഞ്ഞിട്ടുമല്ല. ആ കുഞ്ഞിനെ കൊലക്ക് കൊടുക്കുന്നതിലും നല്ലത് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ആ കുഞ്ഞ് ആഹാ വന്നല്ലോ വായാടി മറിയം. എന്തു വെച്ച് കൂക്കു ഇന്ന് എഴുന്നേക്കാൻ ഇത്ര വൈകിയേ? ഹേയ് ഒന്നുമില്ല ചേച്ചി, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അപ്പോ കുറച്ചൊന്ന് ഉറങ്ങിപ്പോയി. എന്താ മോളെ, നിനക്ക് നല്ല സുഖമില്ലേ? മുഖമൊക്കെ വാടിയിരിക്കുന്നു. ഏയ് കുഴപ്പമൊന്നുമില്ലമ്മേ, ചെറിയൊരു തലവേദന അത്രേ ഉള്ളൂ. എന്നാ പിന്നെ എന്തിനാ മോളിപ്പോ ഇങ്ങോട്ട് വന്നത്? കുറച്ചു നേരം കൂടി റെസ്റ്റ് എടുക്കാൻ വയ്യായിരുന്നു? ഇപ്പൊ കുഴപ്പമില്ല അച്ഛാ, നല്ല ആശ്വാസമുണ്ട്. എന്നാ മോളിരിക്കെ, അമ്മ ഒരു ചായ ഉണ്ടാക്കി തരാം, അത് ചൂടോടെ കുടിക്ക്, അപ്പൊ ആ തലവേദന അങ്ങ് മാറും. ഹേയ് വേണ്ടമ്മേ, അതങ്ങ് മാറിക്കോളും. കൂക്കു നീ ഓക്കെ അല്ലേ മോളെ? അതെ ശിവേച്ചി. കൂക്കുവിന്റെ മുഖം കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നല്ലോ. വരുൺ എന്താ മോളെ, അവൻ എഴുന്നേറ്റില്ലേ? ഏട്ടൻ എഴുന്നേറ്റച്ചാ, ഇപ്പൊ കുളിക്കുവാൻ തോന്നുന്നു. മോളുടെ മുഖം കണ്ടിട്ട് എന്തോ നല്ല ക്ഷീണമുള്ള പോലെ തോന്നുന്നു. മോള് വേണമെങ്കിൽ ഇച്ചിരി നേരം കൂടി പോയി കിടന്നു. അമ്മേ, എന്റെ കയ്യിൽ തലവേദനയുടെ ഒരു ഗുളികയുണ്ട്, ഞാൻ അത് കൂക്കൂന് കൊടുത്തോളാം. കൂക്കു നീ എന്റെ കൂടെ വാ. വേണ്ട ശിവേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വേണം, നീ ഇങ്ങി വന്നേ. ചെല്ലു മോളെ, ചെന്നാ
എല്ലാരും അറിയട്ടെ. അറിയുമ്പോ അച്ഛൻ തന്നെ അവനിട്ട് കൊടുത്തോളും. വേണ്ട ശിവേച്ചി, ആരെയും ഒന്നും അറിയിക്കണ്ട. എല്ലാരും അറിഞ്ഞ് എന്റെ ഏട്ടനെ ഒരു കോമാളിയെ പോലെ അവിടെ പിടിച്ചു നിർത്തുന്നത് കാണാൻ എനിക്ക് വയ്യ. തെറ്റ് തെറ്റ് എന്റെ ഭാഗത്തുണ്ട്. ഞാനാ ഓരോന്നും ചോദിച്ച ഏട്ടനെ ദേഷ്യം പിടിപ്പിച്ച്. ഈ പ്രശ്നം ഞങ്ങൾക്കിടയിൽ തന്നെ അങ്ങ് നിന്നോട്ടെ. അച്ഛനോ അമ്മയോ ഏട്ടനോ ചേച്ചിയോ ഒന്നും അറിയണ്ട. ഇല്ല, എനിക്ക് ചോദിക്കാമല്ലോ അവനോട്. ഞാൻ ചോദിച്ചോളാം, എന്തിന്റെ പേരിലാ നീ എന്റെ അനിയത്തിയെ തല്ലിയെന്ന്. വേണ്ട ശിവേച്ചി, ഞാൻ പറഞ്ഞില്ല ഏട്ടനോടൊന്നും ചോദിക്കണ്ടെന്ന്. ഏട്ടന് ഞാനും അങ്ങോട്ട് പോയി ദേഷ്യം പിടിപ്പിച്ച് ഞാൻ ഓരോന്ന് ചോദിച്ചപ്പോഴാ ഏട്ടൻ അറിയാതെ. നീ അതിനു വേണ്ടി എന്താ അവനോട് ചോദിച്ചേ? അത് പറ. അത് പിന്നെ സത്യം പറ കൂക്കു, നീ എന്താ അവനോട് ചോദിച്ചേ? അത് ശിവേച്ചിയുടെ കുഞ്ഞിനെ കുറിച്ച്. ഓഹോ, അപ്പോ ഞാനും എന്റെ കുഞ്ഞാണോ നിങ്ങൾക്കിടയിലെ വഴക്കിന്റെ കാരണം? അതല്ല ശിവേച്ചി, ഞാനൊന്ന് പറയട്ടെ. വേണ്ട കൂക്കു, ഞാൻ അന്നേ പറഞ്ഞല്ലേ നിന്നോട്, വെറുതെ എനിക്ക് വേണ്ടിട്ട് നീയും മറ്റുള്ളവരുടെ പഴി കേൾക്കരുതെന്ന്. കണ്ടോ, ഇപ്പോ ഞാൻ കാരണമല്ലേ. ഇപ്പോ ഈ നിമിഷം അവസാനിപ്പിച്ചോളാം കൂക്കു. എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള നിന്റെ ഈ അന്വേഷണം. എന്റെ കുഞ്ഞിനെ ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചോളാം. അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ ഓർത്ത് ഞാൻ ഇങ്ങനെ നീറി കഴിഞ്ഞോളാം. പക്ഷെ നീ ഇനി എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുത് കൂക്കു. ശിവേച്ചി എന്തൊക്കെയാ പറയുന്നത്? ഇല്ല, എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ശിവേച്ചിയെ ഞാൻ തനിച്ചാക്കില്ല. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. അതിന് ആരുടെയൊക്കെ ചീത്ത ഞാൻ കേൾക്കേണ്ടി വന്നാലും ശരി. വേണ്ട മോളെ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. ഇല്ല ശിവേച്ചി, ഈ കാര്യത്തില് ശിവേച്ചി ഇനി എന്നോട് സംസാരിക്കണ്ട. ഞാനിപ്പോ ഈ കാര്യം പറഞ്ഞത് ശിവേച്ചിയെ ഞാൻ കൈവിടുവാണെന്ന് സൂചിപ്പിക്കാനല്ല, മറിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഇവിടുന്ന് ആരുടെ സഹായം നമ്മൾ പ്രതീക്ഷിക്കരുത്. അത് എന്റെ ഭർത്താവിന്റെ ആണെങ്കിൽ പോലും. അതുകൊണ്ട് ഞാൻ ഇനി ഈ കാര്യത്തിൽ ആരുടെയും സഹായം അന്വേഷിക്കാൻ പോകുന്നില്ല. നമുക്ക് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാം ശിവേച്ചി, നമ്മുടെ കുഞ്ഞുമാവെ, എന്റെ ശിവേച്ചിയുടെ കുഞ്ഞിനെ. എനിക്കറിയില്ല കൂക്കു, ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ നിന്നോട് നന്ദി പറയണ്ടേ? ശിവേച്ചി കരയാതെ. ഞാൻ അടുക്കളയിലോട്ട് പോവാ. എന്നെ അവിടെ എല്ലാരും തിരക്കുന്നുണ്ടാവും. വിച്ചു, നീ തിരക്കിലാണോ? അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. എന്താ ശിവേച്ചി, ചോദിച്ചോ. ഞാൻ തിരക്കിലൊന്നുമല്ല. ചോദിക്കാനുള്ളത് വേറൊന്നുമല്ല. നീ എന്തിനാ ഇന്നലെ കൂക്കുനെ തല്ലിയത്? അത് ശിവേച്ചി, ഞാൻ... വേണ്ട, നീ നിന്ന് ഉരുകണ്ട. അവള് പറഞ്ഞു എന്തിനാ നീ അവളെ തല്ലിയെന്നുള്ളത്. ഞാനും നിങ്ങൾ ജീവനോടെ കുഴിച്ചു മൂടി എന്റെ കുഞ്ഞുമാണ് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നത്തിന് കാരണമെന്ന് എനിക്ക് മനസ്സിലായി.
கண்ணே கனியே உனை கைவிட மாட்டேன். சத்தியம் சத்தியம் இது சத்தியமே. மாலை சூடிய காலை கதிரின் மேலே சத்தியம் சத்தியம் இது சத்தியமே. ஒரு குழந்தை போலே ஒரு வைரம் போலே தூய்மையான என் சத்தியம் புனிதமானது. இப்பிறவியில் இன்னொரு பெண்ணை சிந்தையிலும் தொடேன். பிரிதோர் பக்கம் மனம் சாயா பிரியம் காப்பேன். செல்ல கொலுசின் சினங்கள் அறிந்து சேவை செய்வேன். நெற்றி பொட்டில் முத்தம் பதித்து நித்தம் எழுவேன். கை பொருள் யாவையும் கரைத்தாலும் கணக்கு கேளேன். ஒவ்வொரு வாதமும் முடியும் போதும் உன்னிடம் தோற்பேன். கண்ணே கனியே உனை கைவிட மாட்டேன். சத்தியம் சத்தியம் இது சத்தியமே. மாலை சூடிய காலை கதிரின் மேலே சத்தியம் சத்தியம் இது சத்தியமே. ஒரு குழந்தை போலே ஒரு வைரம் போலே தூய்மையான என் சத்தியம் புனிதமானது. കൂക്കി സോറി, ഞാൻ ഇന്നലെ നിന്നെ വേണ്ട, ഇനി ഇനി എനിക്ക് അതിനെക്കുറിച്ചൊന്നും കേൾക്കണ്ട. നിന്നെ ഒരിക്കലും വേദനിപ്പിക്കണമെന്ന് കരുതിയതല്ല. പക്ഷെ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ ഞാൻ അറിയാതെ. ഇനി ഒരിക്കലും ഇത് ഞാൻ ആവർത്തിക്കില്ല കുക്കു. ഐ എം സോറി. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഒരിക്കലും ഇല്ല. ഇപ്പോ എനിക്ക് നിന്നോട് എന്തോ പ്രത്യേക ഇഷ്ടം തോന്നുക. അതെന്തിനാ? വേറൊന്നിനുമല്ല, എന്റെ ശിവേച്ചിയെ മനസ്സിലാക്കിയതിന്. ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടും ഒരു കൂടെപ്പിറപ്പായ എനിക്ക് പോലും എന്റെ ശിവേച്ചിയെ മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷേ നീ അവിടെ എന്നെ തോപ്പിച്ചു. അപ്പോ ശിവേച്ചി എല്ലാ ഏട്ടനോട് പറഞ്ഞോ? പറഞ്ഞു, എല്ലാം പറഞ്ഞു. എനിക്ക് എതിർപ്പാണെന്നുണ്ടെങ്കിൽ നിന്നെ ഈ വിഷയത്തിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്നും പറഞ്ഞു. ശിവേച്ചി അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. ശിവേച്ചിയും കുഞ്ഞുമാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നക്കാരെങ്കിൽ നിന്നെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണമെന്നും എന്നോട് പറഞ്ഞു. ആ കുഞ്ഞിനെ ഓർത്ത് നീറി കഴിയാനാണ് ശിവേച്ചിയുടെ വിധിയെങ്കിൽ അങ്ങനെ തന്നെ ജീവിച്ചോളാമെന്നും ശിവേച്ചി പറഞ്ഞു. ഞാൻ എന്താ ഇതിനൊക്കെ ഉത്തരം പറയണ്ടേ ശിവേച്ചിയോട്? ശിവേച്ചി അങ്ങനെ കിടന്ന് നിറയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഹേയ് കൂക്കു, കരയരുത്. ഇനി ഈ കണ്ണ് നിറയാൻ ഞാൻ അനുവദിക്കില്ല. ഈ കണ്ണ് മാത്രമല്ല, എന്റെ ശിവേച്ചിയുടെ കണ്ണ് നിറയാനും ഞാനുണ്ടാവും. എല്ലാത്തിനും നിങ്ങളുടെ കൂടെ. ഏട്ടാ, സത്യമാണോ ഈ പറയുന്നേ? സത്യം. ശിവേച്ചിയുടെ കുഞ്ഞിനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോ ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ? ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് മാത്രമേ എനിക്കറിയൂ. എവിടെയാ, എന്താ എന്നൊന്നും എനിക്കറിയില്ല. ഒരേ ഒരു കാര്യം ഒഴിച്ച്, ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ നഷ്ടമാകാൻ പോകുന്നത് ഒത്തിരി പേരുടെ ജീവനുകളാ. അതുകൊണ്ടാ ഞങ്ങൾ എല്ലാരും ശിവേച്ചിയിൽ നിന്ന് ഇതെല്ലാം മറച്ചു വെച്ച്. ശിവേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാൻ ഡോക്ടറിനെ വരെ വശത്താക്കിയവനാ ഡി. അതായത് രാഹുലിന്റെ അച്ഛൻ. രാഹുൽ ആരാന്ന് ശിവേച്ചി നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അവനെ അവന്റെ അച്ഛനെയും പോലെ ഇത്ര ചെറ്റകൾ വേറെ എവിടെ ഉണ്ടാവില്ല. കള്ളക്കടത്തും നാർക്കോട്ടിക്സും തുടങ്ങിയ എല്ലാ ചെറ്റത്തരങ്ങളിലൂടെയും കാശുണ്ടാക്കി വമ്പൻ രാഷ്ട്രീയക്കാരെ വരെ ചോൽപ്പടി നിർത്തുന്ന, മനുഷ്യരുടെ ജീവൻ ഒരു വിലയും നൽകാത്ത ഒരു ചെറ്റാണ് രാഹുലിന്റെ അച്ഛൻ ഡി. അച്ഛന്റെ പവർ മുതലെടുത്ത് സകല താന്തോന്നിത്തരവും ചെയ്ത് ജീവിക്കുന്ന മകനും. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അവൻ ശിവേച്ചിക്ക് താക്കീത് നൽകിയിരുന്നു, ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ അനുവദിക്കില്ലെന്ന്. പക്ഷെ അവരോടുള്ള പകയുടെയും വാശിയുടെയും പേരിൽ ആ കുഞ്ഞിനെ വേണമെന്ന് തന്നെയായി ഞങ്ങള്.
ആദ്യമൊക്കെ കുഞ്ഞിനെ കൊല്ലാൻ വിസമ്മതിച്ച ഡോക്ടറിനോട് അയാളുടെ ഭാര്യയും മക്കളെയും പച്ചയ്ക്ക് കത്തിക്കുമെന്നുള്ള ഡിഡിയുടെ ഭീഷണിക്ക് മുന്നിൽ ഡോക്ടറിന് സമ്മതിക്കേണ്ടി വന്നു. ഇത്രയും നാളും ശിവേച്ചിയെ പരിശോധിച്ചിരുന്ന ആ ഡോക്ടർ ഇനി ശിവേച്ചിയെ നോക്കില്ലെന്നും ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോകണമെന്നും പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് കാര്യം പിടികിട്ടി. അവര് ഡോക്ടറെ നല്ലപോലെ ഭീഷണിപ്പെടുത്തിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ ഡോക്ടറിനെതിരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ കംപ്ലൈന്റ് കൊടുത്തു. അവസാനം ജോലി പോകുമെന്നായപ്പോൾ ഡോക്ടർ ഞങ്ങളെ വന്ന് കണ്ടു. നടന്ന സംഭവങ്ങൾ മുഴുവൻ പറയുകയും ചെയ്തു. ആ ഡിഡി നിസ്സാരക്കാരനല്ലെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയായിരുന്നു. അയാൾ പറഞ്ഞതുപോലെ ചെയ്യുമെന്നും ഞങ്ങൾക്കറിയായിരുന്നു. എന്നാലും ശിവേച്ചിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലായിരുന്നു. അവസാനം ഡോക്ടർ ഞങ്ങളുടെ കൂടെ നിന്നു. അന്ന് ഡെലിവറിയുടെ ദിവസം ഡിഡി അയാളുടെ പടയാളികളും ഹോസ്പിറ്റലിൽ വന്നു. ഡോക്ടറിന്റെ ഭാര്യയും മക്കളെയും തോക്കിൽ മുനയും നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മുൾമുനയിൽ നിന്ന് ഞങ്ങൾക്ക് കുഞ്ഞിനെ കൊല്ലുകയേ വഴിയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നിട്ടും ആ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അതിന് പറ്റിയില്ല. കുഞ്ഞ് മരിച്ചെന്ന് കള്ളം പറഞ്ഞ് ഞങ്ങളുടെ സമ്മതത്തോടെ ആ ഡോക്ടറും അവിടുത്തെ മാനേജ്മെന്റും കൂടി അവിടെ നിന്നൊരു ഓർഫണേജിലോട്ട് കുട്ടിയെ മാറ്റി. ശിവേച്ചിയോടും കുഞ്ഞ് മരിച്ചെന്ന് തന്നെയാ ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ പിന്നീട് പലപ്പോഴായി കുഞ്ഞിനെ സ്വന്തമാക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു, ഡിഡിയും മറ്റും അറിയാതെ. പക്ഷെ ഏതെങ്കിലും വിധത്തിൽ അയാളതറിഞ്ഞാൽ നഷ്ടമാകുന്നത് ഒത്തിരി ജീവനുകളാ. അതുകൊണ്ടാ പിന്നീട് ഞങ്ങൾ ആരും. പക്ഷേ ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് 4 വർഷമായല്ലേ ഏട്ടാ? ഇപ്പൊ അതുകൊണ്ട് അവരെല്ലാം മറന്നു കാണില്ലേ? അറിയില്ല. എന്തായാലും ഇനി ശിവേച്ചി നിന്ന് ആ കുഞ്ഞിനെ മറച്ചു പിടിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കുഞ്ഞ് ഏത് ഓർഫണേജിലാ ഉള്ളതെന്ന് ഏട്ടനൊക്കെ അറിയായിരിക്കുമല്ലോ. ഇല്ല, ആ ഡോക്ടറും അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റും കൂടിയാ കുഞ്ഞിനെ ഒരു ഓർഫണേജിലോട്ട് മാറ്റിയത്. അതേത് ഓർഫണേജാന്ന് ഞങ്ങൾക്കറിയില്ല. ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് തന്നെ അവരാരും ഞങ്ങളോടൊന്നും പറഞ്ഞതുമില്ല. അപ്പോ ഇനി നമ്മൾ എന്താ ചെയ്യാ? എന്തു ചെയ്യാൻ? എല്ലാം ഒന്നിൽ നിന്നും തന്നെ ഇനിയും തുടങ്ങണം. ഏട്ടാ ആരോ വന്നെന്ന് തോന്നുന്നു. ഞാൻ പോയി വാതിൽ തുറക്കട്ടെ. ആഹാ, തമ്പുരാട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? ഇതെന്താ രഞ്ജിത്തേട്ടൻ ഈ സമയത്ത് ഇവിടെ? അതെന്താ, എനിക്ക് നിന്നെ കാണാൻ വരണമെങ്കിൽ നേരവും കാലവും ഒക്കെ നോക്കണോ ഞാൻ? ഓ, ഇവൻ എന്താ ഇവിടെ? ഇവന്റെ സൂക്കേട് ഇതുവരെ കഴിഞ്ഞില്ലേ? എന്താ കൂക്കു, നിന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഒരാഴ്ച പോലും നിൽക്കാൻ നിനക്ക് സമയമില്ലേ? അതോ ആരുടെയെങ്കിലും നിർബന്ധപ്രകാരമാണോ നീ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയേ? അതറിയാൻ വേണ്ടിട്ടാണോ രഞ്ജിത്തേട്ടൻ ഈ രാത്രി വണ്ടി എടുത്തോണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ കൂക്കു, എന്താ പ്രശ്നം? ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിന്റെ ഇടക്ക് നീ ഇടപെടണ്ട. കൂക്കു, നീ ഇങ്ങോട്ട് വന്നേ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ, എന്റെ കയ്യിന്ന് വിട്. എനിക്കറിയാം എന്താ രഞ്ജിത്തേട്ടന് ചോദിക്കാനുള്ളതെന്ന്. എനിക്ക് അതിനൊന്നും ഉത്തരം പറയാൻ ഇപ്പൊ സമയമില്ല. ദേ കൂക്കു, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മര്യാദക്ക് എന്റെ കൂടെ വാ. ആ, രഞ്ജിത്തേട്ട എന്റെ കയ്യിന്ന് വിട്. ഞാൻ വരില്ലെന്നല്ലേ പറഞ്ഞേ? ഡാ, വിടടാ അവളുടെ കയ്യിന്ന്. ഏയ് ഏട്ടാ വേണ്ട. വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? കൂക്കു, ഇതെന്താ നിന്റെ കവിള് ചുവന്ന് കിടക്കുന്നേ? അത് പിന്നെ അവളുടെ കവിളോ കഴുത്തോ ചുണ്ടോ അങ്ങനെ പലതും ചുവന്ന് കിടക്കും. അതെല്ലാം നിന്നെ ബോധിപ്പിക്കണോ? വേണ്ട, എന്നെ ബോധിപ്പിക്കണ്ട. പക്ഷേ ബോധിപ്പിക്കേണ്ട 2 പേരുണ്ട്, അവളുടെ അച്ഛനും അമ്മയും. നിന്റെ കവിള് തുടുത്തു കിടക്കുന്ന കാര്യം ഞാൻ അമ്മാവനോടും അമ്മായിയോടും പറഞ്ഞേക്കാം. കേട്ടോ കൂക്കു? ബാക്കിയുള്ളതെല്ലാം ഇനി അവര് തീരുമാനിക്കട്ടെ.